ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ ഇമേഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കോൺക്രീറ്റിൻ്റെ ക്ലാസ് 3 ആണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ 2 ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് കോൺക്രീറ്റും അതുപോലെ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി എന്താണ്, വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വർക്കബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ടെസ്റ്റുകൾ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വർക്കബിലിറ്റി എന്ന് പറയുന്നത്? വർക്ക് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി. ഓക്കെ, അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ പറയാം, വർക്കബിലിറ്റി ഈസ് ദ ഈസ് വിത്ത് വിച്ച് ദ കോൺക്രീറ്റ് ക്യാൻ ബി മിക്സ്ഡ്, ട്രാൻസ്പോർട്ടഡ്, പ്ലേസ്ഡ് ആൻഡ് കോമ്പാക്റ്റഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്തൊക്കെ പ്രോസസ്സാണ് ആ കോൺക്രീറ്റിങ്ങിൽ നടക്കുന്നത്. സോ ഫസ്റ്റ് മിക്സിങ്, ട്രാൻസ്പോർട്ടേഷൻ, പ്ലേസിങ് ആൻഡ് കോമ്പാക്ഷൻ ഒക്കെ നടന്നു അല്ലേ. അപ്പോൾ ഇൻ അതർ വേർഡ്, the workability is a physical property of the concrete and which can be defined as the amount of useful internal work necessary to produce the fully compacted concrete. എത്രമാത്രം എളുപ്പത്തിൽ കോൺക്രീറ്റിനെ ഇങ്ങനെ റെഡിയാക്കാം, അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഹൗ മച്ച് ഇൻറ്റേർണൽ വർക്ക് ചെയ്താലാണ് ഒരു ഫുള്ളി കോമ്പാക്റ്റഡ് നല്ല മിക്സ് ഓഫ് കോൺക്രീറ്റ് കിട്ടുക. The proportion and properties of ingredients of concrete influence the workability. സോ വർക്കബിലിറ്റി എത്ര നല്ല മിക്സ് ഉണ്ടാവും എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എത്രമാത്രം പ്രപ്പോർഷൻസ്, സിമെൻറ്റ്, അഗ്രിഗേറ്റ് അതൊക്കെ വരുന്നുണ്ട്, അതുപോലെ വാട്ടർ ആൻഡ് ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് ഇൻഗ്രീഡിയൻസ് അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് ദ കോൺക്രീറ്റ് മിക്സ്ചർ ഈസ് ടു വെറ്റ്, വാട്ടർ കണ്ടന്റ് കൂടുതലാണെങ്കിലോ ദ കോഴ്സ് അഗ്രിഗേറ്റ് സെറ്റിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ കോൺക്രീറ്റ് മാസ് and this leads to non-uniform composition. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സെഗ്രിഗേഷൻ ഉണ്ടാകും. ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും, അതായത് സിമെൻറ്റ് വെള്ളം പോലെ പോകുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഇഫ് ദ കോൺക്രീറ്റ് മിക്സ്ചർ ഈസ് ടു വെറ്റ്, വാട്ടർ കൂടിപ്പോയി കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് പാർട്ട് ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ താഴെ കിടക്കും. അപ്പോൾ ഇത്രയും പോർഷൻസ്, ഈ സിമെൻറ്റിൻ്റെ പോർഷൻസ് അത്രയും കിട്ടില്ല. നോൺ യൂണിഫോമിറ്റി ഇൻ ദ കോൺക്രീറ്റ് ഉണ്ടാവും. So separation of the large sized aggregates is called the segregation and separation of water or cement gel is called bleeding. ഇപ്പോൾ മൊത്തത്തിലുള്ള കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന ആ ഒരു അഗ്രിഗേറ്റ് മാത്രം പോയാൽ അതിന് സെഗ്രിഗേഷൻ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. സെപ്പറേഷൻ ഓഫ് ദ ലാർജ് സൈസ്ഡ് അഗ്രിഗേറ്റ് ഫ്രം കോൺക്രീറ്റ്, അതാണ് സെഗ്രിഗേഷൻ. ആൻഡ് സെപ്പറേഷൻ ഓഫ് വാട്ടർ ഓർ സിമെൻറ്റ് ജെൽ, വാട്ടർ മാത്രമായിട്ടല്ല, സിമെൻറ്റിൻ്റെ മിക്സർ പേസ്റ്റ് പോലെ പോകുമല്ലോ, അപ്പോൾ ആ ഒരു വാട്ടർ സിമെൻറ്റ് കോമ്പിനേഷൻ പോകുന്നതിനും ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ കോൺക്രീറ്റ് മിക്സ്ചർ ഈസ് ടു ഡ്രൈ, അപ്പോഴെന്ത് പറ്റും? ദാറ്റ് വിൽ ബി ഹാർഷ് മിക്സ് ആൻഡ് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. അപ്പോഴും ആ മിക്സിങ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ കറക്റ്റ് പ്രൊപ്പോർഷനിൽ വാട്ടർ ഇല്ലെങ്കിൽ ആ ഒരു കോൺക്രീറ്റിൻ്റെ പർപ്പസ് നടക്കില്ല. സോ ഇങ്ങനെയുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആക്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രോപ്പർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വേണം. ഈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ അല്ലെങ്കിൽ W/C റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ മിക്സ്ചർ, എത്രമാത്രം വാട്ടർ ഉണ്ട്. ഗ്രേഡിംഗ് ഓഫ് ദ അഗ്രിഗേറ്റ്, നല്ലോണം ഗ്രേഡഡ് ആണോ. ഓക്കെ, എമൗണ്ട് ഓഫ് സിമെൻറ്റ്, റേഷ്യോ ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്, എത്രമാത്രം ഫൈനും ഉണ്ട് കോഴ്സും ഉണ്ട്. ടെക്സ്ചർ ഓഫ് ദ അഗ്രിഗേറ്റ്, സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ്, ഷേപ്പ് ഓഫ് ദ അഗ്രിഗേറ്റ്, പോറോസിറ്റി, അബ്സോർപ്ഷൻ ഓഫ് അഗ്രിഗേറ്റ്. അഡ്മിക്സ്ചേഴ്സ് അറിയാലോ, എക്സ്ട്രാ ചേർക്കുന്ന മിക്സിംഗ് ക്വാണ്ടിറ്റീസ് ആണ്. And quantity of water in the mixture. For up to certain amount increase in the quantity of water, that will increase the workability. The water cement ratio at which the maximum workability is achieved, and that is called optimum water cement ratio for workability. അപ്പോൾ മാക്സിമം വർക്കബിലിറ്റി കിട്ടുന്ന ഒരു വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉണ്ട്, അതിനാണ് ഒപ്റ്റിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫോർ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഗ്രേഡിംഗ് ഓഫ് ദ അഗ്രിഗേറ്റ്. If the fine aggregate as well as the coarse aggregate are well graded, workability is increased. If fine aggregate as well as the coarse aggregate are well graded, അപ്പോൾ workability എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വെൽ ഗ്രേഡഡ് ആയിരിക്കണം. സോ എമൗണ്ട് ഓഫ് സിമെൻറ്റ് വെച്ചാൽ ഇപ്പം സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് വർക്കബിലിറ്റി കൂടും. And as more water will have to be added to make the water cement ratio
അപ്പോൾ അതുകൊണ്ട് എമൗണ്ട് ഓഫ് സിമെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ വർക്കബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അത്രയും തന്നെ എമൗണ്ട് വാട്ടറും ആഡ് ചെയ്യണമെന്ന് മാത്രം. ദെൻ അതിന് പ്രപ്പോർഷൻ ആയിട്ടുള്ള വാട്ടർ. ദെൻ റേഷ്യോ ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ എമൗണ്ട് കമ്പയർഡ് ടു ഫൈൻ അഗ്രിഗേറ്റ് റിഡ്യൂസ് ചെയ്യുവാണെങ്കിൽ കമ്പയർഡ് ടു ഫൈൻ അഗ്രിഗേറ്റ് വർക്കബിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ്. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ സാൻഡ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് സർഫസസ്, അതിൻ്റെ വർക്കബിലിറ്റി കൂടുതലായിരിക്കും വിത്ത് അഗ്രിഗേറ്റ്സ് ഓഫ് റഫ് ടെക്സ്ചർ. ദെൻ സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഓൾസോ അഫക്ട് ദ വർക്കബിലിറ്റി. അതായത് ലാർജർ സൈസ്ഡ് ആണെങ്കിൽ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യും അഗ്രിഗേറ്റ്സിൻ്റേത്. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ദിസ് ഈസ് ഡ്യൂ ടു ദ സ്മോളർ സൈസ്ഡ് അഗ്രിഗേറ്റ്സ് ഹാവ് മോർ സർഫസ് ഏരിയ. അപ്പോൾ അതുകൊണ്ട് ദെൻ മോർ വാട്ടർ ഈസ് റിക്വയർഡ് ടു ലൂബ്രിക്കേറ്റ് ദ അഗ്രിഗേറ്റ്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഓൾസോ അഫക്ട് ദ വർക്കബിലിറ്റി. ലാർജർ സൈസ്ഡ് അഗ്രിഗേറ്റ് ഇൻക്രീസ് ദ വർക്കബിലിറ്റി. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഓർക്കേണ്ടത്. ലാർജർ സൈസ് ഇൻക്രീസ് ദ വർക്കബിലിറ്റി. ആൻഡ് ഷേപ്പ് ഓഫ് ദ അഗ്രിഗേറ്റ് ആങ്കുലർ, flaky or elongated aggregate reduce the workability. Rounded aggregate increase the workability. അടുത്തത് porosity and absorption of aggregate. ഇപ്പോൾ പോറസ് അതുപോലെ ഡ്രൈ അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ കൂടുതൽ വാട്ടർ വേണം. പോറസ് അഗ്രിഗേറ്റ് ആണെങ്കിൽ ദാറ്റ് നീഡ് മോർ വാട്ടർ ഫോർ ദ ലൂബ്രിക്കേഷൻ. സോ ദ വർക്കബിലിറ്റി അഗെയിൻ റിഡ്യൂസ് ഡൗൺ. വെൻ ദീസ് ടൈപ്സ് ഓഫ് അഗ്രിഗേറ്റ്സ് ആർ യൂസ്, വാട്ടർ ഈസ് ടു ബി സ്പ്രിങ്കിൾഡ് ഓവർ ബിഫോർ യൂസ്. അപ്പോൾ പോറോസിറ്റി ആൻഡ് അബ്സോർപ്ഷൻ അതും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് അഡ്മിക്സ്ചർ. By adding suitable admixtures like air entraining agent and other chemicals, workability നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. And minute air bubbles generated from the air entraining agent, and that will act as the bearings in the movement of particles of aggregates in the concrete. മിക്സ് ചെയ്യുന്ന സമയത്ത് and that will act as the bearings. ഇനി ഈ വർക്കബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടെസ്റ്റുകളുണ്ട്. സ്ലം ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, ഫ്ലോ ടെസ്റ്റ്, കെല്ലി ബോൾ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്. ഈ ടെസ്റ്റുകളുടെ പേരുകൾ ഓർത്തിരിക്കുക. കാരണം ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് വർക്കബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ടെസ്റ്റുകൾ എന്നൊക്കെ തന്നിട്ട് ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണം തന്നിട്ട് ഒരെണ്ണം വേറെ ഏതെങ്കിലും തരും. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. സോ പേരുകൾ ഓർത്തിരിക്കുക. സ്ലംബ് ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, ഫ്ലോ ടെസ്റ്റ്, കെല്ലി ബോൾ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്. ഓക്കെ, ഇനി ഈ സ്ലംബ് ടെസ്റ്റ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാം. ഈ സ്ലംബ് എന്ന് വെച്ചാൽ കൂന എന്നാണ് അർത്ഥം. ശരിക്കും ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു കണ്ടെയ്നറിനകത്ത്, ഒരു ബക്കറ്റ് പോലെ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു 15 സെൻറ്റിമീറ്റർ അങ്ങനെ ഒരു പർട്ടിക്കുലർ ലെങ്ത്ത് 15 സെൻറ്റിമീറ്റർ അങ്ങനെ ഒരു ലെങ്ത്തിൽ ഫില്ല് ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് അതൊന്ന് ഫിക്സ് ആക്കും. അത് കഴിഞ്ഞ് ഈ കോൺക്രീറ്റ് ഒന്നോടെ പുട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് എന്താവും, നിരപ്പാക്കും. അങ്ങനെ ലെയർ ആക്കി കഴിഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യും, അതങ്ങനെ കമത്തും. ഓക്കെ, കമത്തി കഴിയുമ്പോൾ എന്താവും, എന്നിട്ട് ആ ഒരു കണ്ടെയ്നർ അങ്ങ് പൊക്കിയെടുക്കും. അപ്പോൾ ആ ഒരു ഇത് കോൺക്രീറ്റിൻ്റെ അത് അങ്ങനെ നിൽക്കും. അപ്പോൾ കുറച്ച് സമയം അത് അനുവദിക്കും അതിങ്ങനെ സെറ്റിൽ ആവാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ അതിന് കുറച്ച് പോർഷൻസ് ഇങ്ങനെ അടന്നടന്ന് പോകും. അപ്പോൾ അങ്ങനെ ആ സ്ലംബ് ബാക്കി നിൽക്കും. അങ്ങനെയാണ് ആ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, ആ പോകുന്ന ആ പാർട്ട് എത്രയുണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യും. സോ റെക്കമെൻഡഡ് സ്ലംസ് ഓഫ് കോൺക്രീറ്റ് ഫോർ വേരിയസ് വർക്ക്. ഈ വാല്യൂസ് ഒന്ന് നോക്കി വെക്കുക. നോർമൽ RCC വർക്ക് ആണെങ്കിൽ 80 to 150 mm ആണ് റെക്കമെൻഡഡ് സ്ലംബ്. കോൺക്രീറ്റ് ഫോർ കനാൽ ലൈനിങ് ആണെങ്കിൽ 70 to 80 mm. മാസ് കോൺക്രീറ്റ് ആണെങ്കിൽ, ജസ്റ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ 25 to 50. റോഡ് കോൺക്രീറ്റ് ആണെങ്കിൽ 20 to 40. അതായത് റെക്കമെൻഡഡ് സ്ലംബ് വാല്യൂ, ആ വാല്യൂ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ദെൻ അടുത്തതിന് കോമ്പാക്ഷൻ ഫാക്ടർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 4 ബക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അഡ്വാൻറ്റേജസ് ഓഫ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് മാത്രം നോക്കിയാൽ മതി. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ കോൺക്രീറ്റ് വിത്ത് അഗ്രിഗേറ്റ്സ് ഓഫ് സൈസ് അപ് ടു 38 mm. 38 mm അഗ്രിഗേറ്റ്സ് വരെ അത് സ്യൂട്ടബിൾ ആണ് ഈ ടെസ്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് മോർ precise. It gives more precise result compared to slump test, and it is suitable for less workable concrete also. Okay, so ആ ഒരു കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ സ്ലം ടെസ്റ്റ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കോൺക്രീറ്റ് നോക്കാം.
ആദ്യത്തേത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് അഥവാ RCC. സോ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് മാത്രമായിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് വീക്ക് ഇൻ ക്യാരിങ് ദ ടെൻസൈൽ ഫോഴ്സസ്. പക്ഷേ സ്റ്റീൽ റീഇൻഫോഴ്സിങ് ബാർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ കുറവ് പരിഹരിക്കാം. സോ ദിസ് കോൺക്രീറ്റ് ഇൻ വിച്ച് ദ സ്റ്റീൽ റോഡ്സ് ആർ എംബഡഡ് and that is called reinforced cement concrete. All the structural members like beam, column, slab and foundations എല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന RCC വെച്ചിട്ടാണ്. എന്തൊക്കെയാണ്? ബീംസ്, കോളംസ്, സ്ലാബ്സ് ആൻഡ് ഫൗണ്ടേഷൻ. അടുത്തത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ്. ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ്സ് ഓഫ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. സോ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് അങ്ങനെയാണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് സം കെമിക്കൽ ടു ഡെവലപ്പ് ഫോം അല്ലെങ്കിൽ ഗ്യാസ് ബബിൾസ് ഡ്യൂറിങ് ദ മിക്സിംഗ്. അങ്ങനെയുള്ള കെമിക്കൽസ് ആഡ് ചെയ്യും സോ ദാറ്റ് വിൽ ഡെവലപ്പ് സം ഫോം അല്ലെങ്കിൽ ഗ്യാസ് ബബിൾ. ആൻഡ് ബൾക്ക് ഡെൻസിറ്റി ഓഫ് ദിസ് കോൺക്രീറ്റ് ഈസ് ലെസ് ദാൻ 1800 kg/cm3. സാധാരണ ഒരു കോൺക്രീറ്റിന് എത്രയുണ്ടാവും? 2400 kg/cm3 ഉണ്ട് ഡെൻസിറ്റി. പക്ഷേ ലൈറ്റ് വെയ്റ്റ് ആണ്, ഇതിന് എത്രയേ ഉള്ളൂ? 1800 ഉള്ളൂ. ഓക്കെ, സോ ഇത് യൂസ് ചെയ്യുന്നത് ഡെഡ് വെയ്റ്റ് ഓഫ് ദ സ്ട്രക്ചർ ഈസ് ടു ബി റെഡ്യൂസ്ഡ്. ചില സമയത്ത് ചില സ്ട്രക്ചറിൻ്റെ ഡെഡ് വെയ്റ്റ് നമുക്ക് യൂസ്ഫുൾ ആവാത്ത ആ സ്ട്രക്ചറിൻ്റെ വെയ്റ്റ് കുറയ്ക്കണം, എന്നാൽ ആ സ്ട്രക്ചറിന് അത്രയും മെറ്റീരിയൽ വേണം താനും, ആ കോൺക്രീറ്റ് പോർഷൻ അത്രയും വേണം താനും, സൈസ് വേണം താനും, പക്ഷേ അതിൻ്റെ വെയ്റ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വി വിൽ യൂസ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. അടുത്തത് നോ ഫൈൻസ് കോൺക്രീറ്റ്, അതായത് ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്തിട്ടില്ല. വെൻ ഓൺലി കോഴ്സ് അഗ്രിഗേറ്റ്സ് ആർ യൂസ്ഡ് ഇറ്റ് ഈസ് കോൾഡ് നോ ഫൈൻസ് കോൺക്രീറ്റ്. ഇതെന്തിനാണ്? ദാറ്റ് റെസിസ്റ്റ് ദ ഡ്രൈയിങ് ഷ്രിങ്കേജ്, അതുപോലെ കാപ്പിലറി ആക്ഷൻ ഓഫ് ദ വാട്ടർ, ചുരുങ്ങുന്നതും കോൺക്രീറ്റ് ചുരുങ്ങുന്നതും അതുപോലെ കാപ്പിലറി ആക്ഷൻ ഓഫ് വാട്ടറും ഒക്കെ അത് റെസിസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഹാസ് ഓൾ അഡ്വാൻറ്റേജസ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് and it has better insulating property and no problem of segregation, and there is a saving of fine aggregate also. Fine aggregate വേണ്ടല്ലോ, അപ്പോൾ അത് സേവ് ചെയ്യുന്നു. and is used for external load bearing wall, small retaining wall and as damp proofing material. ലോഡ് ബിയറിംഗ് വാളിനും സ്മോൾ റീറ്റെയിൻ ചെയ്യുന്ന സ്മോൾ വാൾസിനും ഡാമ്പ് പ്രൂഫിംഗ് മെറ്റീരിയലിനൊക്കെയാണ് ഈ നോ ഫൈൻസ് കോൺക്രീറ്റ് യൂസ് ചെയ്യുക. അതായത് കോഴ്സ് അഗ്രിഗേറ്റ് മാത്രമേ ഉള്ളൂ. അടുത്തത് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻഗ്രീഡിയൻസ് കൂടാതെ ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് ഫൈബേഴ്സ്. ഫൈബർ റീഇൻഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ഫൈബർ ഉണ്ട് ഇൻ ദ ഫോം ഓഫ് ആസ്ബസ്റ്റോസ്, ഗ്ലാസ്, നൈലോൺ ഓർ കയർ. ഇതൊക്കെ ചേർന്നതായിരിക്കും ഫൈബർ റീഇൻഫോഴ്സ്ഡ്. ഈ ഫൈബർ റീഇൻഫോഴ്സ്ഡ് ഫൈബർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ കേൾക്കില്ലേ ഇപ്പം പെയിൻറ്റിൻ്റെ പരസ്യത്തിലൊക്കെ. അപ്പോൾ അതുപോലെ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ക്രാക്ക് ഫ്രീ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം, മോർ ഡ്യൂറബിൾ ആണ്, thin sections can be made out of it, more tensile and fatigue strength. more tensile strength അതുപോലെ fatigue strength ഉണ്ട്, കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഒരു കോൺക്രീറ്റ് ആണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. പ്രീ സ്ട്രെസ്ഡ് അല്ലെങ്കിൽ ടെൻഷൻഡ്. ഓക്കെ, അപ്പോൾ പ്രീ സ്ട്രെസ്ഡ് സെക്ഷൻ അല്ലെങ്കിൽ ടെൻഷൻഡ് വയേഴ്സ് ആണ് ഈ റീഇൻഫോഴ്സിങ് ബാറിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പ് കമ്പികൾ അങ്ങനെ ആ ഒരു ബാർസ് നമ്മൾ യൂസ് ചെയ്യും ഫോർ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ RCC, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. പക്ഷെ പ്രീ സ്ട്രെസ്ഡിൽ നമ്മൾ വലിച്ചു നീട്ടിയാൽ ഈ ടെൻഷൻഡ് ആയ വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ഇൻഡ്യൂസ് കംപ്രസീവ് സ്ട്രെസ്സസ് ഇൻ ദ കോൺക്രീറ്റ് ആൻഡ് ദാറ്റ് വിൽ റെസിസ്റ്റ് മോർ ടെൻസൈൽ സ്ട്രെസ്സസ്. ഓർത്താൽ മതി, മോർ ടെൻസൈൽ സ്ട്രെസ് അത് റെസിസ്റ്റ് ചെയ്യും, മോർ ലോഡ് ക്യാൻ ബി ക്യാരിഡ് ബൈ ദ സെക്ഷൻ. സോ ഈ ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ തിന്നർ ആയിരിക്കും, ബട്ട് ദേ ക്യാൻ ക്യാരി മോർ ലോഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബ്രിഡ്ജസ്, പോൾസ്, റെയിൽവേ സ്ലീപ്പേഴ്സ്, പൈപ്സ്, ഷെൽസ് ആൻഡ് ഫോൾഡഡ് പ്ലേറ്റ്സ്. ക്രാക്സ് ആർ ലിമിറ്റഡ് ഇൻ പ്രീ സ്ട്രെസ്ഡ് സെക്ഷൻ. ഇപ്പോൾ ബ്രിഡ്ജ്, പോള്, റെയിൽവേ സ്ലീപ്പർ, പൈപ്പ്, ഷെല്ല്, ഫോൾഡഡ് പ്ലേറ്റ്സ് അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പ്രീ സ്ട്രെസ്ഡ് ആണ്. അതായത് കുറച്ചും കൂടി തിന്നായിട്ടും പക്ഷേ സ്ട്രോങ്ങും ആയിരിക്കും.
അപ്പോൾ RCCയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു റോഡ്സിന് പകരം അല്ലെങ്കിൽ ബാർസിന് പകരം എന്താണ് യൂസ് ചെയ്യുന്നത്? വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്, സ്ട്രെസ്ഡ് വയേഴ്സ്. അടുത്തത് എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ്. എയർ എൻട്രെയിനിങ് സിമെൻറ്റ് അല്ലെങ്കിൽ സിമിലർ ഏജൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്. എയർ എൻട്രെയിനിങ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എയറിനെ കടത്തി വിടുന്ന സിമെൻറ്റ് അല്ലെങ്കിൽ സിമിലർ ഏജൻറ്റ്സ് വേറെ എന്തെങ്കിലും എക്സ്ട്രാ അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്തിട്ട് മേക്ക് ചെയ്യുന്നു. സോ ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ഫ്രോസ്റ്റ് ആക്ഷൻ. ഫ്രോസ്റ്റ് ആക്ഷനെതിരെ അതിന് ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൾഫേറ്റ് അറ്റാക്ക്, ഫ്രോസ്റ്റ് ആക്ഷനും സൾഫേറ്റ് അറ്റാക്കിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യും. സോ ഇത് മോർ വർക്കബിൾ ആണ്, വർക്കബിലിറ്റി കൂടുതലുണ്ട്. പ്ലാസ്റ്റിക് ഇൻ നേച്ചർ ആൻഡ് അഡ്ഹസീവ്, നോ ഫിയർ ഓഫ് സെഗ്രിഗേഷൻ. സോ എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ്. അപ്പോൾ സംടൈംസ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അത് യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ദെൻ കളേർഡ് കോൺക്രീറ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ആഡിങ് ദ കളറിങ് പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ കളേർഡ് സിമെൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമ്മൾ സിമെൻറ്റിൻ്റെ ടൈപ്സ് പഠിച്ചപ്പോൾ കളേർഡ് സിമെൻറ്റ് പഠിച്ചിരുന്നു. സോ അങ്ങനെ ആഡ് ചെയ്തിട്ടും ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓർണമെൻ്റൽ ഫിനിഷസ് ഇൻ ദ ബിൽഡിംഗ്, അണ്ടർഗ്രൗണ്ട് പെഡസ്ട്രിയൻ ക്രോസിംഗ്, പ്രിപ്പയറിംഗ് ദ പാർക്ക് ലെയിൻ, സെപ്പറേറ്റിംഗ് ദ ലൈൻസ് ഓഫ് ട്രാഫിക് ഓഫ് റോഡ് സർഫസ്. അപ്പോൾ കുറച്ച് ഡെക്കറേഷൻ പർപ്പസ് പോലെയാണ് അല്ലേ? ഓർണമെൻ്റൽ ഫിനിഷസ് ഇൻ ദ ബിൽഡിംഗ്, ദെൻ അണ്ടർഗ്രൗണ്ട് പെഡസ്ട്രിയൻ ക്രോസിംഗ്, പ്രിപ്പയറിംഗ് ദ പാർക്ക് ലെയിൻ, സെപ്പറേറ്റിംഗ് ദ ലൈൻസ് ഓഫ് ട്രാഫിക് ഓഫ് റോഡ് സർഫസ്. ദെൻ വാക്വം കോൺക്രീറ്റ്. വാക്വം കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി കോൺക്രീറ്റ് പോലെ തന്നെയാണ് കോമ്പോസിഷൻ. ബട്ട് ആഫ്റ്റർ ലേയിങ് ദ കോൺക്രീറ്റ് എക്സ്ട്രാ വാട്ടർ ഉള്ളത് റിമൂവ് ചെയ്യും ബൈ സം അറേഞ്ച്മെൻറ്റ് കോൾഡ് വാക്വം മെത്തേഡ്. എക്സ്ട്രാ വാട്ടർ റിമൂവ് ചെയ്യും, അതാണ് വാക്വം കോൺക്രീറ്റ്. After this, the water left in the concrete will be just sufficient for the hydration of the cement. Hence, the concrete hardens into very strong material. ഓക്കെ, അപ്പോൾ അതിൽ കുറേ വാട്ടർ എന്ത് ചെയ്യും? വാക്വം വെച്ചിട്ട് അത് റിമൂവ് ചെയ്ത് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. അടുത്തത് റിയാക്റ്റീവ് പൗഡർ കോൺക്രീറ്റ്. റിയാക്റ്റീവ് പൗഡർ കോൺക്രീറ്റ് ഓർ RPC. ഇതും ഒരു അൾട്രാ ഹൈ സ്ട്രെങ്ത് സിമെൻറ്റീഷ്യസ് കോമ്പോസിറ്റ് ആണ് വിത്ത് അഡ്വാൻസ്ഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി. അൾട്രാ ഹൈ സ്ട്രെങ്ത് ആണുള്ളത്. സുപ്പീരിയർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ഡക്റ്റിലിറ്റി അതും ഇംപ്രൂവ്ഡ് ആണ്. എക്സ്ട്രീംലി ലോ പെർമിയബിലിറ്റി. സോ ഈ ഒരു കോൺക്രീറ്റ് മാനുഫാക്ചേർഡ് ബൈ യൂസിങ് ഹൈലി റിഫൈൻഡ് സിലിക്ക ടു സാധാരണ കോൺക്രീറ്റ് ഹൈലി റിഫൈൻഡ് സിലിക്ക യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. Then this concrete can be used in chemically aggressive environment and where physical wear greatly limit the life of other concrete. അപ്പോൾ സാധാരണ കോൺക്രീറ്റിനൊന്നും നിൽക്കാൻ പറ്റാത്ത ഫിസിക്കൽ വിയർ ആൻഡ് ടിയർ വരുന്ന സ്ഥലത്തും അതുപോലെ കെമിക്കലി അഗ്രസീവായ സ്ഥലത്ത്, അത് കെമിക്കലി അഗ്രസീവാണ്, ഇത് ലോ പെർമിയബിലിറ്റി ആയതുകൊണ്ട് കെമിക്കലി അഗ്രസീവ്നെസ്സിനെ ഒന്നും ബാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ്? റിയാക്റ്റീവ് പൗഡർ കോൺക്രീറ്റ് അഥവാ RPC ആണ്. സോ അടുത്തത് സ്ട്രിപ്പിംഗ് ടൈം. ഈ ഒരു കോഡ് വെച്ചിട്ടാണ് സ്ട്രിപ്പിംഗ് ടൈമിൻ്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോഴും ഈ സ്ലാബൊക്കെ ചെയ്യുമ്പോൾ തട്ടടിക്കുക എന്ന് പറയുമല്ലോ, അപ്പോൾ ആ ഒരു ഫോം വർക്ക് അത് റിമൂവ് ചെയ്യുന്ന സമയമാണ് ഈ പറയുന്നത്. വാൾസ്, വെർട്ടിക്കൽ സൈഡ്സ് ഓഫ് ഓൾ സ്ട്രക്ചറൽ മെമ്പർ അതൊക്കെ റിമൂവ് ചെയ്യുന്നത് എന്താണ്? 24 to 48 hours വരെ വെക്കേണ്ട ആവശ്യമുള്ളൂ. സ്ലാബ് ആണെങ്കിൽ പ്രോപ്സ് ലെഫ്റ്റ് ഉണ്ട്, താഴെ ഇങ്ങനെ താങ്ങ് കൊടുത്തിട്ടുണ്ട്. സ്ലാബ്സിൻ്റെ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന താങ്ങ് 3 ദിവസം വെക്കണം. ബീംസ് ഒക്കെ ആണെങ്കിലോ 7 days. അതുപോലെ റിമൂവൽ ഓഫ് പ്രോപ്സ് അണ്ടർ സ്ലാബ് 4.5 meter ഒക്കെ സ്പാൻ ഉള്ളതാണെങ്കിൽ 7 ദിവസം വെക്കണം. അതുപോലെ സ്പാൻ ഓവർ 4.5 meter ഉള്ള സ്ലാബ് ആണെങ്കിൽ 14 ദിവസം വെക്കണം. വീതി കൂടിയ സ്ലാബ് ആണെങ്കിൽ 14 ദിവസം ആ തട്ട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം, ആ ഒരു താങ്ങ് സപ്പോർട്ട്. റിമൂവൽ ഓഫ് പ്രോപ്സ് എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ടിനാണ് പറയുന്നത്. റിമൂവൽ ഓഫ് പ്രോപ്സ് അണ്ടർ ബീം ആൻഡ് ആർച്ചേഴ്സ്. ബീമിൻ്റെയും ആർച്ചസിൻ്റെയൊക്കെ, ബീം അല്ലെങ്കിൽ ആർച്ചസ് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 6 meter വരെ ഉള്ളതാണെങ്കിൽ 14 ദിവസം താങ്ങ് കൊടുക്കണം. ഓവർ 6 meter ആണെങ്കിൽ 21 days ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ സിമെൻറ്റ് കോൺക്രീറ്റിൽ പ്രധാനപ്പെട്ട പോർഷൻസ് വരുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.